ഗംഗേഷ് ജനന എല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് പെൺകുട്ടിയുടെ കത്ത് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. അഭിഭാഷകൻ സമർപ്പിച്ച കത്ത് തന്റേത് തന്നെയാണെന്ന് പെൺകുട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, പെൺകുട്ടി നൽകിയ ആദ്യ മൊഴിയിൽ നിന്ന് ഘടകവിരുദ്ധമായ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കേസിന്റെ നില എന്താകും? അഞ്ജു, കേസ് മറ്റൊരു തരത്തിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് പുതിയ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം പറഞ്ഞത് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ചത് എന്നാണ്. അതുപോലെ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു, ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നടക്കം. ഇപ്പോൾ പെൺകുട്ടി പ്രതിഭാഗം അഭിഭാഷകന് നൽകിക്കുന്ന കത്ത് പറയുന്നത് സ്വാമി ഗംഗേശാനന്ദ ഒരിക്കൽ പോലും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല, അച്ഛനും മകളും എന്നുള്ള ബന്ധം മാത്രമാണ് തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. സ്വാമിയെ പരിചയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയുടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് തൻ്റെ വീട്ടിൽ വരുമ്പോഴാണ്. അതിനുശേഷം നല്ല രീതിയിലുള്ള ബന്ധമാണ് ഉണ്ടായത്. താൻ സ്വാമിയുടെ ലിംഗം മുറിച്ചിട്ടില്ല എന്നാണ് ഈ കത്തിൽ പറയുന്നത്. ഈ കത്ത് രജിസ്റ്റേർഡ് ആയിട്ടാണ് സ്വാമി ഗംഗേശാനന്ദയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാറിന് ലഭിച്ചത്. ഈ കത്ത് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റ് ചില കാര്യങ്ങൾ കത്തിൽ പരാമർശിക്കുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അയ്യപ്പദാസ് എന്ന കാമുക കൂടിയായ അയ്യപ്പദാസിന് ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. അയ്യപ്പദാസിന്റെ 2 സുഹൃത്തുക്കളും ഈ സംഭവ ദിവസം തൻ്റെ വീട്ടിലുണ്ടായിരുന്നെന്നും അവരാണ് ഈ കൃത്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയത്. പക്ഷേ ഈ കത്തിനകത്ത് എങ്കിലും ആരാണ് ലിംഗം ഛേദിച്ചത് എന്നുള്ള പെൺകുട്ടി നടത്തുന്നില്ല. ഈ കത്ത് ഈ മാസം 19 ജാമ്യാപേക്ഷ സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ കത്ത് കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ഈ മാസം 18 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ലേബർ കമ്മീഷണറുടെയും തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം മാനേജ്മെന്റുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. മിനിമം വേതനം 22,000 രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ ആവശ്യം. എന്നാൽ മിനിമം വേതനം 12,000-ൽ അധികമായി ഉയർത്താനാകില്ല എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. 18,000 രൂപ വരെ മിനിമം വേതനം നൽകണമെന്ന നിലപാട് സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അത് മാനേജ്മെന്റുകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ നഴ്സുമാർ തീരുമാനിച്ചത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ, ചർച്ചകളോട് ഉടനീളം വളരെ ധിക്കാരപരമായ നടപടികളാണ് ഇപ്പോഴും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 18-ാം തീയതി മുതൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടന തീരുമാനം. ഈ മാസം 18 മുതലാണ് എല്ലാ ജോലികളും ഒഴിവാക്കിയുള്ള നഴ്സുമാരുടെ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഴ്സുമാർക്ക് മാത്രമായി ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാൻ സാധിക്കില്ലെന്നും അവർ ആവശ്യപ്പെടുന്ന വർധനവ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും മാനേജ്മെന്റുകൾ വ്യക്തമാക്കി. ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ, ഇപ്പോഴുള്ള പ്രപ്പോസൽ ചിലതൊക്കെ വന്നിരിക്കുന്നത് 1% ഉള്ള സാലറി ഹൈക്കാണ്. ഈ സാലറി ഹൈക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫൈനലി വന്നു തീരുന്നത് പാവപ്പെട്ട രോഗികളുടെ മേൽ തന്നെയാണ്. ഒരു മാനേജ്മെന്റും അല്ലാതെ ഈ പറയുന്ന എമൗണ്ട് സാലറി വേറെ രീതിയിൽ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. നിലവിൽ 8,500 രൂപ മുതൽ 9,500 രൂപ വരെയാണ് സ്വകാര്യ നഴ്സിംഗ് മേഖലയിൽ നൽകുന്ന മിനിമം വേതനം. 250 രൂപ മുതൽ 500 രൂപ വരെ നഴ്സിംഗ് ഫീയായി സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നുണ്ടെങ്കിലും 3 വർഷത്തോളമായി ഈ മേഖലയിൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിച്ചിട്ടില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. ഈ മാസം 27-ന് വീണ്ടും ചർച്ച നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥൻ വീണ്ടും DGP ഓഫീസിൽ. സെൻകുമാറിന്റെ വിശ്വസ്തൻ ഗ്രേഡ് SI അനിൽകുമാറാണ് DGP ഓഫീസിൽ തിരികെ എത്തിയത്. കമ്മീഷണർ ഓഫീസിലേക്ക് സർക്കാർ ഇയാളെ സ്ഥലം മാറ്റിയിരുന്നു. കൊച്ചി തീരത്ത് അപകടമുണ്ടാക്കിയ കപ്പൽ പിടിയിലുള്ള ആംബർ തന്നെയെന്ന് പരിശോധനയിൽ വ്യക്തമായി. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ കപ്പൽ കൊച്ചി തീരം വിടുന്നത് മറൈൻ മർക്കന്റൈൽ വിഭാഗം തടഞ്ഞു. ക്യാപ്റ്റനെയും നാവികനെയും കസ്റ്റഡിയിലെടുത്തു. കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ഡീകോഡ് ചെയ്ത് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് അപകടമുണ്ടാക്കിയ കപ്പൽ ആംബറൽ തന്നെയെന്ന് വ്യക്തമായത്. ഇക്കാര്യം മറൈൻ മർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു. കൊച്ചി തീരത്ത് നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം നടന്നത്. ആ സമയത്ത് അപകട സ്ഥലത്തുണ്ടായിരുന്നത് ആംബറൽ തന്നെയെന്ന് ലോഗ് ബുക്ക് പരിശോധനയിലൂടെ വ്യക്തമായി.
ക്യാപ്റ്റൻ ജോർജിയാനാക്കിസ്, നാവികൻ സെവാന എന്നിവർ ഉൾപ്പെടെ 3 പേരാണ് ഉത്തരവാദികളെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവരെ ഉടൻ വിശദമായി ചോദ്യം ചെയ്യും. അതിനായി കോസ്റ്റൽ പോലീസിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കപ്പൽ തീരം വിടരുതെന്നാണ് മറൈൻ മർക്കണ്ടൈൽ വിഭാഗം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കപ്പലും ജീവനക്കാരും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നിയന്ത്രണത്തിലായിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയതിന് ഗീതാ ഗോപിക്ക് താക്കീത്. സിബിഐ ജില്ലാ എക്സിക്യൂട്ടീവാണ് MLAക്ക് താക്കീത് നൽകിയത്. കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധി എന്ന നിലയിൽ ജാഗ്രത വേണമായിരുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾക്ക് വഴിതെളിച്ചുവെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് വിലയിരുത്തി. കൊച്ചി മെട്രോ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഫലം കണ്ടു. ശ്രീധരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മെട്രോയുടെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയിപ്പ് നൽകി. ഇവരെ ഉൾപ്പെടുത്തിയ പുതിയ പട്ടികയും സംസ്ഥാനത്തിന് കൈമാറി. ശ്രീധരൻ, പ്രതിപക്ഷ നേതാവ് PT തോമസ് MLA എന്നിവരെ വേദിയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുത്തിയ പുതിയ അറിയിപ്പ് വന്നത്. മെട്രോ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ മെട്രോമാൻ ശ്രീധരൻ മെട്രോ സ്റ്റേഷനുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്നും ക്ഷണിച്ചാൽ വേദിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിന് DMRCയുടെയോ തന്റെയോ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്ന് ശ്രീധരൻ പറഞ്ഞു. സംഭവം വിവാദമാക്കേണ്ട കാര്യമില്ല. ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ വേദിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് നമ്മൾ ഈ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കരുത്. ഇത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ്. ആ സുരക്ഷ ആ ഏജൻസി അവരെന്താ തീർച്ചയായിട്ടും അതുപോലെ ചെയ്യണം. എല്ലാവർക്കും അത് നിർബന്ധിതമാണ്. ഒരു വിഷമമില്ല. എന്തിനാണ് എവിടെ എന്നെ എന്തിനാ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഈ കുട്ടി ഇപ്പോഴല്ലേ പണിയെടുക്കുന്ന ആളല്ലേ. അപ്പം എന്തിനാ 2ാം ഘട്ടത്തിൽ DMRCയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം അദ്ദേഹം കൊച്ചിയിലെത്തിയത്. മെട്രോ ട്രെയിനിൽ എണ്ണിക്കാത്തത് മര്യാദകേടായി പോയെന്ന് KV തോമസ് MP പറഞ്ഞു. വീണ്ടും മെസ്സേജുകൾ DMOയിലേക്ക് പോയിട്ടുണ്ട്. ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലാതെയും പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി PMO ആണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇത് ഇന്ത്യയിലെ മറ്റ് മെട്രോ പ്രോജക്റ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റാണ്. ഉദ്ഘാടനത്തിന് 2 ദിവസം കൂടി ശേഷിക്കെ ഒരുക്കങ്ങൾ കൊച്ചിയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സുരക്ഷയുടെ ഭാഗമായി ഇതിനകം തന്നെ പോലീസിനെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു. പ്രധാന വേദിയായ കലൂർ സ്റ്റേഡിയത്തിലെ വേദി നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം പിറവന്തൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവാണ് യുവതിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചത്. യുവതിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷമായിരുന്നു ആസിഡ് ആക്രമണം. സ്ത്രീധനം കൂട്ടി നൽകാത്തതിന്റെ പേരിൽ ഭർത്താവ് ബിനു ധന്യയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6 ആസിഡ് ആക്രമണം. തടികൊണ്ട് അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം ധന്യയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനായിരുന്നു ശ്രമം. ധന്യ കൈകൊണ്ട് തട്ടിയതിനാൽ ആസിഡ് മുഖത്ത് വീണില്ല. എന്നാൽ ദേഹത്ത് പല ഭാഗത്തും ആസിഡ് വീണ് പൊള്ളലേറ്റു. കുഞ്ഞിനെടുക്കുന്നതിൽ കുഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാ എന്റെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ അടിച്ചത്. വലിയ പട്ടിയിലെടുത്ത് അടിക്കുമായിരുന്നു. അടിച്ചിട്ട് പിന്നെ അതിന് പുറത്തോട്ട് പോയിട്ട് ആസിഡ് എടുത്തുകൊണ്ട് വന്ന് മുഖത്തോട് ഒഴിക്കാൻ വന്നത്. അപ്പോൾ തട്ടിയ വഴിക്ക് അതുകൊണ്ട് ഇങ്ങനെ ചെള്ളയ്ക്ക് ഇങ്ങനെ ഡ്രസ്സിന്റെ ഭാഗത്തുമായിട്ട് വീണതാണ്. ധന്യയുടെ ശരീരമാസകലം നീലിച്ച പാടുകളാണ്. 20 പവനും 50,000 രൂപയും ബിനു സ്ത്രീധനമായി വാങ്ങിയിരുന്നു. ഇനിയും 2 ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ബിനുവിന്റെ ആക്രമണം. ഒരാഴ്ചയോളം ധന്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവർക്ക് 2 പെൺകുട്ടികളാണ്. പോലീസ് കേസെടുത്തെങ്കിലും ബിനുകുമാർ ഒളിവിലാണ്. പുനലൂർ പോലീസ് കേസ് ഡയറി ചെങ്ങന്നൂർ പോലീസിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തനിക്ക് നേരെയുണ്ടായ ആക്രമണം കരുതിക്കൂട്ടിയുള്ളതാണെന്ന് ധന്യകൃഷ്ണൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. മുറിവുകൾ ഉണങ്ങുന്നില്ലെന്നും ധന്യകൃഷ്ണൻ പീപ്പിളിനോട് പ്രതികരിച്ചു. എനിക്കവിടെ ആരും പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനും പോലെ എങ്ങനെയും എനിക്ക് അന്നേരം ഈ പുള്ളി ഭയങ്കര വേദനയായിട്ട് എങ്ങനെയും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോകാന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പോ കൊച്ചുമോള് മാത്രമേ ഉള്ളൂ എന്റെ കൂടെ. അപ്പം വലിയ മോള് അവരവിടെ വെച്ചേക്കും, എന്റെ കൂടെ വിട്ടില്ല. അന്നേരം ഞാൻ ഈ പോരുന്ന സമയത്ത് കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇത്ര അടി തലയിലൊക്കെ ഒത്തിരി അടിച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ അവിടുന്ന് പോരുന്നത്. അപ്പൊ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. പിന്നെ തന്നെയല്ല രാത്രി ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഞാൻ പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് റോഡിലിട്ട് ഭയങ്കര അടി ഇടിയുമായിരുന്നു. അന്നേരം ഇറങ്ങി ട്രെയിൻ ചെയ്തതിന് ശേഷവും
പാറ്റൂരിൽ ഫ്ളാറ്റ് വാങ്ങിയവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താനാകില്ലെന്ന് ലോകായുക്ത. കേസ് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ 10 ദിവസത്തിനകം ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഫ്ളാറ്റ് വാങ്ങിയവരെ അറിയിക്കണമെന്നും ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും ലോകായുക്ത ആവശ്യപ്പെട്ടു. കേസന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പട്ടിക പുറത്തുവിടുന്നതിൽ തെറ്റില്ലെന്നും ലോകായുക്ത നിരീക്ഷിച്ചു. ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് അനുകൂലമായുള്ള ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തത വരുത്താൻ കോടതിയെ സമീപിക്കാനും ലോകായുക്ത തീരുമാനിച്ചു.